ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതോസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയില ഫ്രൈ ആണ് കേട്ടോ. അയില ഫ്രൈ ഉണ്ടാക്കാൻ ഒരു 3 സ്പൂൺ മുളക് പൊടി, 4 കഷ്ണം മീനുള്ളതുകൊണ്ടാണ് 3 സ്പൂൺ മുളക് പൊടി, എരിവ് കുറഞ്ഞതുകൊണ്ടാട്ടോ. ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3 നാരങ്ങ വേണം. നല്ല പുളി ഉണ്ടായിരുന്നു, നാരങ്ങ വേണം. ഒരു 3 നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത ശേഷം നമുക്ക് മിക്സ് ചെയ്യണമല്ലോ. മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് എണ്ണ എന്തെങ്കിലും മിക്സ് ചെയ്യണം. നമ്മളെന്തായാലും വറക്കുമ്പോൾ എണ്ണ വേണമല്ലോ. നമ്മൾ എന്താ വെള്ളം കൊണ്ട് നന്നായി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒഴിച്ചപ്പോൾ കുറച്ച് വെള്ളം അധികം പോയി. ഓക്കെ, സാരില്ല. നമ്മൾ നന്നായിട്ട് മസാല ഒരു മീൻ നന്നായിട്ട് എന്താ പറയുക വറക്കുന്നതുകൊണ്ടാണ് പിന്നെ മസാല ഇങ്ങനെ ഇതാക്കിയത്. അല്ലെങ്കിൽ നമുക്ക് മീൻ മുറിച്ചിട്ട മീനിൽ അങ്ങനെ മസാല മുളക് മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതിയായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഓരോരോ മീൻ ഇട്ട് കൊടുക്കണം. നമ്മളതിലേക്ക് ഓരോരോ മീൻ ഇട്ട് കൊടുക്കണം. ഒരു മീൻ ഇട്ട് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ട് ഓരോ മീൻ വെച്ച് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം. പിന്നെ എല്ലാ മീനും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അതിൻ്റെ ഉള്ളിലും എല്ലാവരും എത്തണം മസാലകൾ. അപ്പോൾ എത്തിയാലാണ് എല്ലാവരും മുളകും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം എല്ലാത്തിനും ഞാൻ ഒരു വിധത്തിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആക്കി വെക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഓൺ വോയിസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യണം. അപ്പോഴല്ലേ നമുക്കിനി ഒന്നും കൂടി ഊർജ്ജസ്വലതമായിട്ട് വരാൻ പറ്റും. നമ്മൾ പാൻ വെച്ചിട്ട് പാനിലേക്ക് നന്നായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ മീൻ വറക്കാൻ വെളിച്ചെണ്ണയേക്കാളും നല്ലത് ഓയിലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വെളിച്ചെണ്ണയിലും കുഴപ്പമില്ല. ഇവിടെ കിടന്ന് മോനി ഇങ്ങനെ പാട്ടും കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അവൻ്റെ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് കറിവേപ്പില വേണം കേട്ടോ. കറിവേപ്പിലയും വറക്കുമ്പോൾ കറിവേപ്പില ഉണ്ടാവും. ഒന്നാമത്തെ ഗുണം ചട്ടിയിൽ ഒട്ടി പിടിക്കില്ല. രണ്ടാമത്തെ ഗുണം എന്താ പറയുക, മറിച്ചിടാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ നല്ല സ്മെല്ല് നല്ല ടേസ്റ്റൊക്കെ ഇരിക്കും. നമ്മൾ ഓരോ മീൻ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം 4 കഷ്ണം മീനാണ്. 4 മീനും അങ്ങനെ വെച്ച് കൊടുത്തിട്ട് എന്താ പറയുക, അടച്ച് വെക്കണമെങ്കിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് എന്താ പറയുക ഫ്രൈ ആക്കുക. അടച്ച് വെക്കാണ്ട് വേവിക്കാനായാലും കുഴപ്പമില്ല. നമ്മളടുത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക, അടച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളടുത്ത് നിൽക്കണ്ടല്ലോ. നമ്മളടുത്തുനിന്ന് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ നമ്മൾ ഒട്ടുമിക്ക വരും ഇപ്പോൾ അടച്ച് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്നിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറിച്ചിട്ടിട്ട് എന്താ വെച്ച് ഒരുവിധം ആയി മറിച്ചിട്ടൊരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മീൻ ഫ്രൈ റെഡിയായി. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അയില മീൻ ഫ്രൈ. അപ്പോൾ എല്ലാവർക്കും പറയുന്ന കാര്യം തന്നെയായിരിക്കും. എന്നാലും നമ്മൾ വീട്ടിൽ ഒരു വ്ളോഗ് പോലെ നമ്മൾ എന്താണ് ഉണ്ടാക്കണത് അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണു. ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്യുക കേട്ടോ.